ഹലോ ഫ്രണ്ട്സ്, എനിക്കൊന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ഗിഫ്റ്റ് കിട്ടി. ഒരു സ്മാർട്ട് ഫോണാണ്, ഷോമിയുടെ പോക്കോ F1. ഒരുപാട് റിവ്യൂസും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു ചെറിയ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് അവസാനം വരെ കാണുക. എൻ്റെ തമ്പനയിൽ കണ്ടാലും പേടിക്കേണ്ട, എൻ്റെ പഴയ ഫോൺ ഓപ്പോ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഒരു വെറൈറ്റി ഒക്കെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ട്രാൻസ്പാരൻറ്റ് ബാക്ക് കവറും പിന്നെ യൂസർ മാനുവലാണുള്ളത്. നമുക്ക് തുറന്നു നോക്കാം. ഇതിൽ നമുക്ക് ഫോൺ എങ്ങനെ ഉപയോഗിക്കാം, അതിന് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല, കാരണം നമ്മൾ ഇപ്പം ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം. അപ്പം ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല, എന്നാലും കമ്പനി കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും അതിൽ പറയുന്നുണ്ട്, ഫോൺ ഉപയോഗിക്കേണ്ട. അടുത്ത് നമുക്ക് ആ ബാക്ക് കവർ ഒന്ന് നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാക്ക് കവർ തന്നെയാണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബെൻഡ് ചെയ്യാനും മറ്റും എല്ലാം സാധിക്കുന്ന ഒരു ബാക്ക് കവർ തന്നെയാണ്. ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ബാക്ക് ഭാഗം നമുക്ക് കാണാനും ഒക്കെ സാധിക്കുന്ന നല്ലൊരു ബാക്ക് കവർ തന്നെയാണ്. ഇനി നമുക്ക് ഫോൺ നോക്കാം. ബോക്സിൽ നമുക്ക് ചാർജറും അതിൻ്റെ USB കേബിളും അവൈലബിൾ ആണ്. നമുക്കതൊന്ന് നോക്കാം. ഈ ഫോൺ ഫാസ്റ്റ് ചാർജിങ് എനേബിൾ ആയിട്ടുള്ളൊരു ഫോൺ ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് വലിയ വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ചാർജറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ക്വാൾകോം ഫാസ്റ്റ് ചാർജിങ് 3 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡാറ്റ കേബിളിൻ്റെ അടിയിലായിട്ട് സിം ഇജക്ടർ ടൂള് വെച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് സിം ഇജക്ടർ ടൂള് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് തന്നെ ഉണ്ടാവും. ഇതിന് കുറച്ച് ഉൾഭാഗത്തായിട്ടാണ് ഉള്ളത്. ഷവോമിയുടെ ഫോണുകൾക്ക് ഒരിക്കലും ഇയർഫോൺ കിട്ടില്ല. ബാക്കി എല്ലാ ബ്രാൻഡുകൾക്കും ഇയർഫോൺ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഷവോമിയുടെ ഒരു ഡ്രോബാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് ഡാറ്റ കേബിൾ നോക്കാം. അത്യാവശ്യം നല്ല കട്ടിയുള്ള, അത്യാവശ്യം ലെങ്ത്തുമുള്ള, നല്ല ക്വാളിറ്റിയുള്ള C ടൈപ്പാണ് ഇതിൻ്റെ ചാർജർ വരുന്നത്. USB-C ടൈപ്പാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉണ്ട് കേബിളിന്. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കേബിളും കൂടിയാണിത്. നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. നമുക്ക് തുറന്നു നോക്കാം. ഇത് ഫ്രണ്ടിലോട്ട് അധികം കയറി നിൽക്കുന്ന ഒരു ടൈപ്പായിട്ടുള്ള ബാക്ക് കവറാണ്. ഫ്രണ്ട് ഗ്ലാസിനും ഇതിൻ്റെ കോർണേഴ്സിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു കവറാണ്. ഇനി നമുക്ക് ഫോൺ ഒന്ന് നോക്കാം. നമുക്ക് ഫോണിൻ്റെ മുമ്പിൽ ആ ഒരു ഗ്ലാസിൻ്റെ മുകളിലുള്ള സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്യാം. അതിലും ആ സ്റ്റിക്കറിൻ്റെ മുകളിൽ ഒരുപാട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 845 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണ ഒരു പ്രീമിയം ഫോണുകളിൽ ഉപയോഗിക്കുന്ന ആ ഒരു ചിപ്സെറ്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓണായ പാട് തന്നെ നമ്മോട് അതിൽ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യവും നമ്മുടെ റീജിയണും നമ്മുടെ ലാംഗ്വേജും അങ്ങനെ ബേസിക്സ് ആയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചോദിക്കുന്നതല്ല. ഫോണുകൾ സാധാരണ ചോദിക്കുന്നത് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം.
ഈ ഫോണിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ OnePlus 60 പോലുള്ള അത്യാവശ്യം നല്ല പ്രീമിയം ഫോണുകൾക്കുള്ള ആ ഒരു ഫീച്ചേഴ്സാണ് കമ്പനി നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുണ്ട്. ഇതിൻ്റെ ബാക്ക് കവർ ബിൽഡ് ചെയ്തത് പ്ലാസ്റ്റിക്കിലാണ്. നോർമൽ പ്ലാസ്റ്റിക് അല്ല, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഒരു സാധാരണക്കാരന് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസസിലാണ് ഈ ഫോൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സെറ്റപ്പ് ലാസ്റ്റ് ഭാഗത്തെത്തി. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തീം സെലക്ട് ചെയ്യാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് വരുന്നത്. നമുക്കിനി ഇത് മോഡിഫൈ ചെയ്യാവുന്നതാണ്. നമുക്കിതിൻ്റെ ബാക്കത്തെ സ്റ്റിക്കർ റിമൂവ് ചെയ്യാം. ക്യാമറയുടെ മുകളിലുള്ള ചെറിയ സ്റ്റിക്കർ റിമൂവ് ചെയ്യാം. ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 12 മെഗാ പിക്സൽ ക്യാമറയും 5 മെഗാ പിക്സൽ ക്യാമറകളുമാണ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്ലാരിറ്റിയുള്ള അടിപൊളി ക്യാമറാസ് തന്നെയാണത്. ഫ്രണ്ട് ക്യാമറ നമുക്ക് 20 മെഗാ പിക്സലാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പറയുന്നത് ഇൻഫ്രാറെഡ് ഫേസ് അൺലോക്കിംഗ് സിസ്റ്റമാണ്. കൂടുതൽ വിവരങ്ങളടങ്ങിയ അടുത്തൊരു വീഡിയോ നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.